ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം. രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് യോവാബ് കേട്ടു. എന്നാൽ രാജാവ് തന്റെ മകനെക്കുറിച്ച് വ്യസനിച്ചിരിക്കുന്നുവെന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ച് ഒളിച്ചു വരും പോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എൻ്റെ മകനെ അബ്ശാലോമേ, അബ്ശാലോമേ, എൻ്റെ മകനെ എന്നുറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും നിന്റെ പുത്രിപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടുകളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകയ്ക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്കേതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കുക. നീ പുറത്തു വരാത്ത പക്ഷം യഹോവയാണേ, ഈ രാത്രി ആരും നിന്നോട് കൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റു പടിവാതിൽക്കൽ ഇരുന്നു. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്നുവെന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന് മുമ്പിൽ വന്നു. ഇസ്രയേല്യർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരിക്കുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത്, രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിൻപന്മാരായി നിൽക്കുന്നത് എന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രയേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിൻപന്മാരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അമാസയോട്, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോവാബിന് പകരം എപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവൻ. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, നീയും നിന്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവിൻ എന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കിലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. യഹൂരീമിലെ ബെന്യാമീനായ ഗേരയുടെ മകൻ ശിമെയിയും യഹൂദ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോട് കൂടെ 1000 ബെന്യാമീനരും ശൗലിന്റെ ഗ്രഹവിചാരകനായ സീബിയും അവന്റെ 15 പുത്രന്മാരും 20 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാൺകെ യോർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കരെ കടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചെങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമെയി മുമ്പിൽ വീണ് രാജാവിനോട്, എൻ്റെ യജമാനൻ എൻ്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനനായ രാജാവ് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും അരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്നറിയുന്നു. അതുകൊണ്ട് ഇതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസേഫിന്റെ സകല ഗൃഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ സെരൂയിയുടെ മകനായ അബീഷായി യഹോവയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിമെയി അത് നിമിത്തം മരണശിക്ഷ അനുഭവിക്കേണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയിയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? ഇന്ന് ഇസ്രയേലിൽ ഒരുത്തിനെ കൊല്ലാമോ? ഇന്ന് ഞാൻ ഇസ്രയേലിന് രാജാവെന്നു ഞാൻ അറിയുന്നില്ലയോ? പിന്നെ ശിമെയിയോട്, നീ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യവും ചെയ്തു. ശൗലിന്റെ മകനായ മെഫിബോശത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു.
രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തൻ്റെ കാലിന് രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശത്തെ, നീ എന്നോടുകൂടെ വരാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനനായ രാജാവേ, എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതുപ്പുറത്തു കയറി രാജാവിനോട് കൂടെ പോകേണ്ടതിന് കോപ്പിടേണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ. അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു. തിരു മനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന് മുമ്പാകെ അടിയന്റെ പിതൃഭവനമൊക്കെയും മരണയോഗ്യരായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി രാജാവിനോട് ആവലാതി പറവാൻ അടിയൻ ഇനി എന്തവകാശമുള്ളൂ? രാജാവ് അവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്തുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായിയും രോഗലീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാൻ അക്കരെ കടത്തി യാത്രയയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ളൊരു വയോധികനായിരുന്നു. രാജാവ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ചു രക്ഷിക്കും എന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാജാവിനോടുകൂടി യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലത് ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയൻ അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? അടിയൻ യജമാനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത് എന്തിന്? എൻ്റെ പട്ടണത്തിൽ എൻ്റെ അപ്പനെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കിംഹാം ഇതാ, അവൻ യജമാനായ രാജാവിനോട് കൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവന് ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടെ രാജാവിൻ്റെ ഇക്കരെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങളുടെ അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? നിങ്ങൾ രാജാവിൻ്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്നുത്തരം പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാളും അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചതെന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്നുത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന് മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വവുമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു.
നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവർ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവർ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീലകളെ അവർ നിവർത്തട്ടെ. തടുത്തുകളയരുത്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്ക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ നേരെ കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈദവ്യത്തിലെ നിന്ന് ഇനി ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവഭൂമിയുടെയും ദൈവം എന്നവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടനും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളും ആയുള്ളോവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായം. നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ,
സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചതുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രയേൽ ഗൃഹത്തോട് യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കു പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രയേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്നുപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല എന്ന കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു.